58 ദിനരാത്രങ്ങളാണ് ശരശയ്യയിൽ കഴിഞ്ഞത്. ഭീഷ്മർ എടുത്തിയാട്ടക്കാരനാണ്. അങ്ങനെ ജനിച്ചപ്പോൾ മരിച്ചവനാണ് പിന്നെ എന്ത് ചെയ്യാൻ ശ്രമിച്ചത്? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ക്ഷത്രിയൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ശാപമാണെന്നാണ്. ഈ ഭീഷ്മർ ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ പാണ്ഡവർക്ക് രാജ്യം പോയിട്ട് ജീവൻ പോലും ഉണ്ടാകുമായിരുന്നില്ല. അത്രയ്ക്ക് രുഷ്ടനായ യുദ്ധവീരനാണ്. യുദ്ധത്തിൽ ജയിക്കാൻ നിനക്ക് കഴിവ് മാത്രം പോരാ, ഭാഗ്യവും കൂടി വേണം. ആ ഭാഗ്യം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകണം എന്നില്ല. ഇതാണ് മഹാഭാരതത്തിൻ്റെ സന്ദേശം. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഭീഷ്മരുടെ ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞത്. ആരായിരുന്നു പിതാമഹൻ എന്ന്. അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നു സാർ? മരണത്തെക്കുറിച്ച് വ്യാസൻ പറഞ്ഞിരിക്കുന്നത്, ജഗത്ഭക്ഷകനായ കാലത്തിൽ ഭീഷ്മർ ലയിച്ചു ചേർന്നു എന്നാണ്. കാലത്തിൽ ലയിച്ചു ചേർന്നു. മരണത്തെ ഇങ്ങനെയാണ് വ്യാസൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 58 ദിനരാത്രങ്ങളാണ് ശരശയ്യയിൽ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് ഭീഷ്മർ പറയുന്നത് 1 നൂറ്റാണ്ട് കാലം ശരശയ്യയിൽ കിടന്ന അത്രയും സഹിച്ചു എന്നാണ് പറയുന്നത്. ഭീഷ്മർ ഇങ്ങനെ ശിഖണ്ഡിയാൽ പരാജിതനായി വീണു എന്നറിഞ്ഞിട്ട് ഗംഗാദേവി അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് എത്തി. ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പരിഭവം പറഞ്ഞു. ഇന്ദ്രതുല്യനാണ് എൻ്റെ മകൻ, അവൻ്റെ കഴിവെത്രയാണ്, അവൻ ഇങ്ങനെ ഒരു അന്ത്യം യുദ്ധത്തിൽ വന്നില്ലേ? അവൻ ഏകരഥിയാണ്, പരശുരാമനോട് യുദ്ധം ചെയ്ത് സമനിലയിൽ പിരിഞ്ഞവനാണ്, കാശിരാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഒറ്റത്തേരിൽ എല്ലാവരെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ചവനാണ്. അങ്ങനെയുള്ളൊരു മഹായോദ്ധാവ് ഇങ്ങനെ വരുന്നത് കഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്ക് തോൽപ്പിച്ചത് ഇത് അർജുനൻ തന്നെയാണ്. അർജുനനെ പോലുള്ളൊരു മഹായോദ്ധാവിനോടാണ് യുദ്ധം ചെയ്ത് തോറ്റത് എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിച്ചു. ഉത്തരായണം കാത്തു കിടക്കണേ, മരിക്കണ്ടേ? പക്ഷേ എല്ലാ ദിവസവും ഭീഷ്മരുടെ അടുത്തിരുന്നു കൊണ്ട് ഭീഷ്മരെ സമാശ്വസിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നു. അത് വ്യാസനായിരുന്നു. വ്യാസൻ എല്ലാ ദിവസവും ഭീഷ്മരുടെ അടുത്താണ് ഭീഷ്മർ മരിക്കുവോളം ഇരുന്നത്. ശരശയ്യയിലായിരുന്നപ്പോഴേക്കും പാണ്ഡവർ, ധൗമ്യൻ, ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി, വിതുരൻ, യുയൂത്സു, സാത്യകി, ശ്രീകൃഷ്ണൻ ഇവരെല്ലാം വന്നു. ഒപ്പം നാരദനും അസിതനും ദേവലനും വന്നു, ഋഷിമാർ ഈ ഭീഷ്മൻ്റെ അടുത്ത്. അപ്പോഴാണ് ഈ ഭീഷ്മൻ്റെ അടുത്ത് കൃഷ്ണൻ ഒരു കാര്യം പറയും. നിൻ്റെ കൊച്ചുമകൻ രാജ്യം ഭരിക്കാൻ പോവുകയാണ്. അവന് രാജ്യഭാരം എങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ച ഉപദേശം കൊടുക്കണം. ഈ ശാന്തി പർവ്വത്തിലും അനുശ്വാസന പർവ്വത്തിലും ആയിട്ടതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റ് ക്രാഫ്റ്റ് സംബന്ധമായിട്ടുള്ള സിദ്ധാന്തവും പ്രയോഗവും അതിൻ്റെ ടെക്നോളജിയും ഓരോന്നോരോന്നായി പറഞ്ഞിരിക്കുന്നതാണ് ആ ഭാഗം. വിശാലമാണ്. 900-ഓളം ശ്ലോകങ്ങളിലാണ് അത് വരുന്നത്. 900 അല്ല, 9000-ഓളം ശ്ലോകങ്ങൾ വരുമെന്നാണ് തോന്നുന്നത്. അത്ര വിശാലമായിട്ട് കിടക്കണം. ഓരോന്ന് വിസ്തരിച്ച് പറഞ്ഞാണ് പോകുന്നത്. ധൃതരാഷ്ട്രരോട് പറഞ്ഞത്, ധൃതരാഷ്ട്രർ വന്നപ്പോഴേക്കും ശരശയ്യയിൽ കിടന്നുകൊണ്ട് പറയുന്നത്, മകനെ നീ ദുഃഖിക്കരുത്, ദുഃഖം അകറ്റാനുള്ള മരുന്ന് ജ്ഞാനമാണ്, നീ ജ്ഞാനം നേടി ദുഃഖം അകറ്റണം എന്നാണ് പറഞ്ഞത്. ധർമ്മപുത്രർ വന്നപ്പോൾ പറഞ്ഞ്, ഉണ്ണി, സത്യമാണ് മഹാബലം, സത്യത്തോളം ബലമുള്ള ഒരു വസ്തുവില്ല, നീ അതുകൊണ്ട് സത്യത്തെ ഉപാസിക്കണം. പക്ഷെ ഇതൊക്കെ പറഞ്ഞെങ്കിലും അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നൊരു വാക്കുണ്ട്, ഒരു സാധനമുണ്ട്. മരണം ഭവാന്റെ മുന്നിൽ ഭൃത്യനെ പോലെ സമയം കാത്തു നിൽക്കുന്നുവെന്ന്. മരണം ഭവാന്റെ മുന്നിൽ ഭൃത്യനെ പോലെ സമയം കാത്ത് നിൽക്കുന്നു. പക്ഷേ ഈ ഭീഷ്മരുടെ ജീവിതം ആകെ നോക്കുന്ന സമയത്ത്
ശാന്തനു പറയുന്നൊരു കാര്യമുണ്ട്. ഭീഷ്മർ എടുത്തിയാട്ടക്കാരനാണ്. എനിക്ക് ഒറ്റ പുത്രനേ ഉള്ളൂ, നീയാണെങ്കിൽ എടുത്തിയാട്ടക്കാരനാണ്. അപ്പോൾ ഏകപുത്രൻ എന്ന് പറഞ്ഞാൽ അപുത്രൻ എന്നതിന് തുല്യമാണ് എന്നൊരു ന്യായവും കൊണ്ടുവരുന്നുണ്ട്. ആ ന്യായത്തിനൊന്നും ഒരു ഇതുമില്ല. പക്ഷേ എടുത്തിയാട്ടക്കാരനാണ് എന്നുള്ള കാര്യം വളരെ സത്യമാണ്. കാരണം എല്ലാത്തിലും ഒരു എടുത്തിയാട്ടമുണ്ട്. അത് കഴിഞ്ഞ പൂർവ്വജന്മത്തിൽ വസുവക്കളായിരുന്ന സമയത്ത് ആ നന്ദിനി പശുവിനെ പിടിച്ചുകൊണ്ട് കൊണ്ട് ഒരു കാര്യമില്ലേ, അതെ. അവിടെ ഒരു എടുത്തിയാട്ടമാണ്. അതിൽ നിന്ന് തുടങ്ങിയതാണ് ഇങ്ങോട്ട് വന്നിട്ട്. അതുപോലെ ഈ കാശി രാജാവിൻ്റെ അവിടെ പോയിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ എടുത്തിയാട്ടത്തിലാണ് കൊണ്ടുവരുന്നത്. അതിൽ നിന്നാണ് ഈ ശിഖണ്ഡി ജന്മത്തിലേക്ക് പോകുന്നത്. അംബയുടെ പ്രതികാരമാണ് ഇയാളുടെ ജീവിതം മുഴുവൻ ഇങ്ങനെയാക്കി തീർത്തത്. പക്ഷേ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 ദിവസം, അത് കഴിഞ്ഞിട്ട് 5 ദിവസം മാത്രമാണ് ദ്രോണർ സർവ്വസൈന്യാധിപനായത്. 5 ദിവസം. പിന്നെയൊക്കെ ഒരു ദിവസമാണ്. കർണൻ, ശകുനി, ദുര്യോധനൻ. അവസാനത്തെ സർവ്വസൈന്യാധിപനാണ് ആര്? അശ്വത്ഥമാവ്. അത് അടർക്കളത്തിൽ വെച്ചാണ് വെള്ളമെടുത്തിട്ട്, അടർക്കളത്തിൽ ഇയാൾ വീണ് കിടക്കുകയാണ്, ഇയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ദുര്യോധനൻ. ആരെങ്കിലും അഭിഷേകിക്കണമല്ലോ. അവിടെ വെച്ചിട്ട് യുദ്ധക്കളത്തിൽ കിടക്കുന്ന സമയത്ത്, അവിടെ വെച്ചാണ് ശ്രീകൃഷ്ണൻ കാണാൻ ചെല്ലുന്ന സമയത്ത് ശ്രീകൃഷ്ണനെ ഇയാൾ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? കംസദാസൻ്റെ മകനെ എന്നാണ്. അത് അങ്ങനെ ഒരു വിശേഷണം ശ്രീകൃഷ്ണൻ ആരും പറഞ്ഞിട്ടില്ല. ഭയങ്കര പുച്ഛത്തോടുകൂടി, എനിക്കറിയാം നീ ഇതൊക്കെ കാണിച്ചു കൊടുക്കണതൊക്കെ ഞാൻ കണ്ടതാണ്, തുടക്കടിച്ച് കൊല്ലാനൊക്കെ പറയണ, ഞാൻ കണ്ടില്ല എന്ന് നീ അതായിരിക്കുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോഴാണ് രാത്രി പതുങ്ങി ഇവർ വരുന്ന സമയത്ത് ഇവർ വന്നിട്ട് പറയും, അശ്വത്ഥമാവ് പറയും, ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ വെള്ളം എടുത്തിട്ട് ഇവനെ സർവ്വസൈന്യാധിപനാക്കിയാണ്. സർവ്വസൈന്യാധിപനാക്കിയ കഴിഞ്ഞാലേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. ആ യുദ്ധമാണ്. എന്നിട്ട് ഇവർ ഒളിച്ചു പോവുകയാണ്. ഒളിച്ചു പോയിട്ട് 3 പേരും കൂടി പോയിട്ട്, ഈ കൃതവർമാവ്, കൃപര്, അശ്വത്ഥമാവ് 3 പേരും കൂടി പോയിട്ട് ഒരു കാട്ടിൽ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലിരിക്കുകയാണ്. അപ്പോൾ ബാക്കി 2 പേരും കിടന്നുറങ്ങി. അശ്വത്ഥമാവ് ഉറങ്ങിയില്ല. ഉറങ്ങാതിരിക്കുകയാണ്. കാരണം അടങ്ങാത്ത പ്രതികാരം അയാളെ ഉറക്കം കെടുത്തി. അതാണ് ഈ ചിത്തരോഗിയും പ്രതികാരദാഹിയും അതികാമിയും ഒരിക്കലും ഉറങ്ങില്ല. അവൻ്റെ ആദ്യത്തെ നഷ്ടം ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ആ ഉറക്കം നഷ്ടപ്പെട്ട് ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് കൂമൻ വന്നിട്ട് കാക്കയെ കൊത്തിയിടേണ് രാത്രി. ഇത് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതിനകത്തൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ബ്രാഹ്മണനാണ് അച്ഛനും അമ്മയും. മഹാബ്രാഹ്മണൻ. ആര്? ദ്രോണൻ. ബ്രാഹ്മണനായ ദ്രോണൻ പക്ഷേ സ്വീകരിച്ചത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. താഴ്ന്ന്. അതെ. ബ്രാഹ്മണപുത്രനാണ് ആര്? അശ്വത്ഥമാവ്. അവൻ പക്ഷേ വീര്യം ഉൾക്കൊള്ളുന്നത് മൃഗത്തിൽ നിന്നാണ്. ഇങ്ങനെ താഴ്ന്നു പോവുകയാണ്. ഗോ ബ്രാഹ്മണേഭ്യ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതാണ്. അതിൽ വന്നിട്ട് അതിൽ നിന്ന് പ്രതികാരം ഉൾക്കൊണ്ടിട്ടാണ് ഇയാൾ പോയിട്ട് ബ്രഹ്മാസ്ത്രം കൊണ്ട് ആ പ്രദേശം മുഴുവനും നശിപ്പിക്കുന്നത്. കാരണം കുരുക്ഷേത്ര യുദ്ധത്തിൽ സത്യത്തിൽ പാണ്ഡവരും കൃഷ്ണനും ഉത്തരയുടെ ഗർഭത്തിലുണ്ടായിരുന്ന ആ പുത്രനും ഒഴികെ ബാക്കി എല്ലാവരും നശിച്ചു പോയതല്ല. അതുകൊണ്ടാണ് ഈ ഇതിനകത്ത് എഴുത്തച്ഛൻ പറയുന്നില്ല, ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം, ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ സാങ്കരേ. ഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതൻ. അങ്ങനെയാണ് ആ പരമ്പര തുടർന്നത്. അല്ലെങ്കിൽ ആ പരമ്പര നശിച്ചു പോയാനെ. കാരണം പിന്നീട് അങ്ങോട്ടൊരു കണ്ടിന്യൂറ്റി ഇല്ലാതെ പോയാനെ. അങ്ങനെ ജനിച്ചപ്പോൾ മരിച്ചവനാണ് പിന്നെ എന്ത് ചെയ്യാൻ ശ്രമിച്ചത്? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള വിചിത്രമായ കഥകളാണ് ഒഴികെ. അപ്പോൾ ഈ പാണ്ഡവരൊഴികെയുള്ള എല്ലാവരും അതിൽ മുടിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇവർ രാജ്യം നേടിയെങ്കിലും ഒടുങ്ങാത്ത ദുഃഖമാണ് കിട്ടിയത്.
രാജ്യം നേടി. ഒരു മഹായുദ്ധം നടത്തി രാജ്യം നേടിക്കഴിഞ്ഞിട്ട് രാജ്യവും ദുഃഖവും, ഒടുങ്ങാത്ത ദുഃഖവും ഒരുമിച്ച് വരികയാണ് ചെയ്തത്. ഈ രാജധർമ്മത്തെക്കുറിച്ച് ചോദിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഈ ഭീഷ്മർ പറഞ്ഞു, മാധവ, അവരോട് ഇതൊക്കെ പഠിപ്പിക്കാൻ നീയല്ലേ സർവ്വതാ യോഗ്യൻ. എനിക്കാണെങ്കിൽ എൻ്റെ ഊർജം നഷ്ടപ്പെടുന്നു, എനിക്ക് നാവ് പൊങ്ങുന്നില്ല. അപ്പോൾ ഉടനെ പറയും, നിനക്ക് ഊർജവും നാവ് പൊങ്ങലും കിട്ടും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് അത് കൊടുക്കുകയാണ്. ആ ഊർജത്തിൽ കിടന്നുകൊണ്ടാണ് ഇയാളിത് പറയുന്നത്. പറഞ്ഞ് ഇയാൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എവിടെയൊക്കെ രാജ്യങ്ങളുണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെ യുദ്ധവും വരും. യുദ്ധവും ദണ്ഡനീതിയും രാജധർമ്മത്തിൻ്റെ ഭാഗമാണ്. എന്താ ദണ്ഡനീതി എന്ന് പറഞ്ഞാൽ? ശിക്ഷിക്കലാണ്. കുറ്റം ചെയ്തവനെ ശിക്ഷിക്കേണ്ടി വരും. ആ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കേണ്ട ധർമ്മവും കൂടി രാജാവിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ വരുമ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ടും നിർമ്മമമായും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭാവപാരവും കൂടി കിട്ടും. ഈ ക്ഷത്രിയനായി നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത ഭീഷ്മർ എപ്പോഴും പറയുന്നൊരു കാര്യം, ക്ഷത്രിയൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ശാപമാണെന്നാണ്. ക്ഷാത്രജന്മം ശാപമാണ്. കാരണം ഒരിക്കലും അതൊരാൾക്കും കാക്ഷിക്കരുത് എന്നാണ്. കാരണം ഈ യുദ്ധം ചെയ്യുന്നത് തൊഴിലായി സ്വീകരിക്കുന്ന ഒരുത്തൻ്റെ ജീവിതത്തിലെ ദുരന്തം അത് അനുഭവിച്ചറിഞ്ഞതിന് ശേഷം പറയുന്ന ആളാരാണ്? ചെറിയ കക്ഷിയല്ല, ഭീഷ്മനാണ് പറയുന്നത്. ഭീഷ്മൻ എന്ന് പറഞ്ഞാലേ അതിനേക്കാൾ വലിയൊരു യോദ്ധാവില്ല. പരശുരാമനോടൊക്കെ 23 ദിവസം യുദ്ധം ചെയ്ത് സമനിലയിൽ പിരിഞ്ഞവൻ. 10 ദിവസം ഈ ഭീഷ്മർ ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ പാണ്ഡവർക്ക് രാജ്യം പോയിട്ട് ജീവൻ പോലും ഉണ്ടാകുമായിരുന്നില്ല, എല്ലാം കൊല്ലപ്പെടുമായിരുന്നു. അത്രയ്ക്ക് രുഷ്ടനായ യുദ്ധവീരനാണ്. കാരണം ആരെയും എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നത്. ഭീഷ്മർ നിൽക്കുന്ന സമയത്ത് ഈ പാണ്ഡവ സൈന്യം മുച്ചൂടും മുടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, ഭീഷ്മരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ. അതാണ് ഭീഷ്മർ. ആ ഭീഷ്മരാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, രാജാവ് എന്ത് ചെയ്യണം, പാറാവുകാരൻ എന്ത് ചെയ്യണം. രാജാവിൻ്റെ ധർമ്മവും പാറാവുകാരൻ്റെ ധർമ്മവും. രാജാവ് നിർമ്മമനായി ശിക്ഷ നടപ്പാക്കിയില്ലെങ്കിൽ അത് രാജാവിനെ തിരിഞ്ഞു കൊത്തും. എല്ലാ ജഡ്ജിമാരും ഓർത്തിരിക്കേണ്ട ഒരു തത്വമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ശിക്ഷ വിധിക്കാൻ ഒരാൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ ശിക്ഷ വിധിക്കുന്ന ആൾ ധാർമ്മികമായ രീതിയിൽ കാര്യങ്ങൾ കണ്ട് ശിക്ഷ വിധിച്ചില്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്നവൻ അതോടുകൂടി തീർന്നു പോകും, അവനും ശാപം കിട്ടും. ക്ഷത്രിയ ജന്മമാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. കാരണം യുദ്ധം ചെയ്ത് നശിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. യുദ്ധം ചെയ്ത് നയിക്കല്ലേ. ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവസാന രംഗമാണ്. ഇയാളുടെ ഊർജം മുഴുവൻ ചോർന്ന് പോയി കഴിഞ്ഞു. ഏതാണ്ട് ശബ്ദം നേർത്ത് വന്നപ്പോൾ ചെവി ഇങ്ങനെ കൊണ്ടുപോയി അടുത്ത് വെച്ചിട്ടാണ് ധർമ്മപുത്രർ ഇത് കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുന്ന സമയത്ത് ധർമ്മപുത്രരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഉണ്ണി മഹാരാജാവേ, കഴിയുമെങ്കിൽ നീ യുദ്ധം ചെയ്യരുത്. യുദ്ധത്തിൽ ജയിക്കാൻ നിനക്ക് കഴിവ് മാത്രം പോരാ, ഭാഗ്യവും കൂടി വേണം. ആ ഭാഗ്യം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകണം എന്നില്ല. ഇതാണ് മഹാഭാരതത്തിൻ്റെ സന്ദേശം. മഹാഭാരതത്തിൽ നാം കണ്ടുമുട്ടുന്ന ഏറ്റവും വലിയ യോദ്ധാവ് അർജുനനൊന്നുമല്ല. അർജുനനാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അർജുനനൊന്നുമല്ല. മഹാഭാരതത്തിൽ കണ്ടുമുട്ടുന്ന ഏറ്റവും വലിയ യോദ്ധാവ്, യുദ്ധവീരൻ എന്ന് ആരെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പറയാം, ഒരാളുകളിൽ ഭീഷ്മരാണുള്ളത്. ആ ഭീഷ്മർ നടത്തിയിട്ടുള്ള വലിയ യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധങ്ങളിലൊക്കെ ഭീഷ്മർ ജയിച്ചിട്ടുണ്ട്. അജയ്യനാണ്. ഇത് ഭീഷ്മരെ തോൽപ്പിക്കാൻ ഒരാളും യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല.
യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയാതിരിക്കുകയും ഒരേ ഒരു യുദ്ധത്തിലേ തോറ്റിട്ടുള്ളൂ. അതെവിടെയാണ്? അത് കുരുക്ഷേത്ര യുദ്ധത്തിലാണ്. അതിൽ തോറ്റതാണ്. ആ തോൽവി എന്തിൽ നിന്നാണ്? ആ തോൽവി ഈ ഭാഗ്യം തുണച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ പഠിച്ച ശാസ്ത്രത്തിൽ നിന്ന് ആശ്രയമാക്കി ഞാൻ പറയുന്നതല്ല, ഞാൻ സഹിച്ച ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ശാസ്ത്രം പഠിച്ചാലും ആ ശാസ്ത്രം അനുഭവമായിട്ട് വരുമ്പോൾ ആ അനുഭവത്തിൽ നിന്നാണ് ഭീഷ്മർ കൊച്ചുമകനോട് സംസാരിച്ചത്. അതാണ് പറയുന്നത്, നീ സത്യത്തെ ഉപാസിക്കുക. പറയുന്നു, സത്യത്തിൽ നിന്ന് മാറി ക്ഷത്രത്തെ ഉപാസിച്ച ഒരുത്തനാണ് പറയുന്നത്. സത്യത്തിനപ്പുറം ഏറ്റവും വലിയ ശക്തി സത്യത്തിനാണെന്നും പറയുന്നുണ്ട്. അതും പറയുന്നത് ആരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ യോദ്ധാവ്. ആയുധമെടുത്ത് നിൽക്കുന്ന ഭീഷ്മൻ്റെ മുന്നിൽ ഒരുത്തനും നിന്ന് യുദ്ധം ചെയ്യാനും കഴിയില്ല. അവൻ അസ്തമിച്ചു പോകും, ഭസ്മമായി പോകും. ആ തരത്തിൽ കഴിവുള്ള ഒരാളാണ് പറയുന്നത്, ക്ഷത്രം ശാപമാണ്, ശാപം കിട്ടിയ ജന്മമാണ്, നീ സത്യത്തെ ഉപാസിക്കുക, മഹാബലം സത്യത്തിനാണ്. അങ്ങനെ ഈ സത്യം ആണ് സത്യം ആശ്രയിക്കേണ്ടത് എന്ന് മാത്രവുമല്ല, നമ്മൾ എപ്പോഴും യുദ്ധം ത്യജത എന്ന് പറയുന്നില്ലേ, യുദ്ധമാണ് ത്യജിക്കണം. അപ്പോൾ ഒരു രാജാവ് കഴിയുമെങ്കിൽ യുദ്ധം ചെയ്യരുത് എന്നാണ് എന്തിൻ്റെ സന്ദേശം? മഹാഭാരതത്തിൻ്റെ സന്ദേശം. പക്ഷേ ഈ സാഹിത്യകാരന്മാർ പൊതുവെ വേണ്ടത്ര കാര്യവിവരം കാണിക്കാത്തവരായതുകൊണ്ടും കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവർക്ക് പരിമിതികളുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, പിന്നെ പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ സ്വാധീനമോ ദുസ്വാധീനമോ ഉള്ളതുകൊണ്ടും വായിച്ച് നോക്കാതെ അഭിപ്രായം പറയും. അതെന്താണെന്ന് വെച്ചാൽ, ഇത് യുദ്ധം പ്രഘോഷിക്കാൻ വേണ്ടി എഴുതപ്പെട്ട അല്ല. മഹാഭാരതത്തിൽ യുദ്ധത്തെക്കുറിച്ചുള്ള മഹാഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് കഴിയുമെങ്കിൽ യുദ്ധം ചെയ്യരുത് എന്നാണ്. ഏറ്റവും ശക്തനായ ഒരു യോദ്ധാവാണ് പറഞ്ഞത്, കഴിയുമെങ്കിൽ നീ യുദ്ധം ചെയ്യരുത്, യുദ്ധം ഒഴിവാക്കണം എന്നാണ്. അപ്പോൾ യുദ്ധം ഒഴിവാക്കി ജീവിക്കണം എന്ന മഹാഭാരതത്തിൻ്റെ മുഖ്യ സന്ദേശം പറയുന്നത് ഭീഷ്മരാണ്. അത് ശരശയ്യയിൽ 58 ദിനരാത്രങ്ങൾ കടന്നുകൊണ്ട്, അതിനിടയിൽ സ്വച്ഛന്ത മൃത്യുവാണ്. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്ന സമയത്തെ മരണം വരുള്ളൂ. അതുപോലും ശാപമായി, തനിക്ക് കിട്ടിയ എല്ലാ വരങ്ങളും ശാപമായി തീർന്നു എന്ന് ഓർക്കണം. ഈ സ്വച്ഛന്ത മൃത്യു വന്നപ്പോഴാണ് എന്തു വന്നത്? ഈ മരണം കാത്ത് ശരശയ്യെ കിടക്കേണ്ടി വന്ന്. ആലോചിച്ച് നോക്കൂ. ആ മനുഷ്യനാണ് പറയുന്നത് കഴിയുമെങ്കിൽ യുദ്ധം ചെയ്യരുത് എന്ന്.